തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശബരിമല JB കോശി റിപ്പോർട്ട് എന്നിവ ഉയർത്തി UDF സർക്കാരിനെതിരെ പ്രചാരണം നടത്തിയെന്ന് LDF കൺവീനർ. സർക്കാർ നേട്ടങ്ങളെ മറികടക്കാൻ UDFും BJPയും വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിച്ചെന്ന് LDF യോഗം വിലയിരുത്തി. ഭരണവിരുദ്ധ വികാരം തിരിച്ചടിയായെന്ന നിലപാട് CPI മുന്നണി യോഗത്തിൽ ഉന്നയിച്ചില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയും ഭരണവിരുദ്ധ വികാരവും തിരിച്ചടിയായി എന്നായിരുന്നു CPIയുടെ വിലയിരുത്തൽ. എന്നാൽ കടുത്ത നിലപാട് ഇടതുമുന്നണി യോഗത്തിൽ CPI സ്വീകരിച്ചില്ല. സ്വർണ്ണക്കൊള്ള JB കമ്മീഷൻ റിപ്പോർട്ട്, വിഴിഞ്ഞം പുനരധിവാസം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ UDF തെരഞ്ഞെടുപ്പിൽ ആയുധമാക്കി. സർക്കാർ നേട്ടങ്ങളെ മറികടക്കാൻ UDFും BJPയും വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിച്ചു. ഘടകകക്ഷികൾ നടത്തിയ വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് സജ്ജമാകാനാണ് LDF യോഗം തീരുമാനമെടുത്തത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അടിത്തറ ഭദ്രമായതുകൊണ്ട് തന്നെ കൂടുതൽ മുന്നേറ്റം സൃഷ്ടിക്കാനും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ നല്ല നിലയിലുള്ള വിജയം കൈവരിക്കാനും കഴിയും എന്നത് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധ വിഷയങ്ങൾ ഉൾപ്പെടെയുള്ളവ ഉന്നയിച്ച് 3 മേഖലാ ജാഥകൾ സംഘടിപ്പിക്കും. സർക്കാരിനെതിരായ വിവാദങ്ങളും ഭരണനേട്ടങ്ങളും ജാഥകളിൽ ജനങ്ങളോട് വിശദീകരിക്കും. MV ഗോവിന്ദൻ വടക്കൻ മേഖലയിലും ജോസ് കെ മാണി മധ്യകേരളത്തിലും ബിനോയ് വിശ്വം തെക്കൻ മേഖലയിലും ജാഥയ്ക്ക് നേതൃത്വം നൽകും. നിയോജക മണ്ഡലാടിസ്ഥാനത്തിൽ അനുബന്ധ ജാഥ നടത്താനും ഇടതുമുന്നണി യോഗം തീരുമാനമെടുത്തു. മീഡിയ 1 തിരുവനന്തപുരം.